ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേരളത്തിലെ 47ാമത്തെ ബ്രാഞ്ച് താമരശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. താമരശ്ശേരി ചുങ്കം BSNL ജംഗ്ഷനിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. ATM, CDM സൗകര്യങ്ങളും ബ്രാഞ്ചിനൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുൻനിര നാഷണലൈസ്ഡ് ബാങ്കുകളിലൊന്നായ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കോഴിക്കോട് ജില്ലയിലെ 3ാമത്തെ ബ്രാഞ്ചാണ് താമരശ്ശേരി ചുങ്കത്ത് പ്രവർത്തനം ആരംഭിച്ചത്. കുറഞ്ഞ പലിശ നിരക്കിൽ ലോണുകൾ ലഭ്യമാണെന്നതാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ പ്രത്യേകത. ഞങ്ങളുടെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേരളത്തിലെ 47ാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ കഴിഞ്ഞത്. കോഴിക്കോട് ജില്ലയിലെ 3ാമത്തെ ബ്രാഞ്ചാണ്. ഓൾറെഡി ഞങ്ങൾക്ക് കാലിക്കറ്റ് ടൗണിലും വടകരയിലും 2 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഇത് 3ാമത്തെ ബ്രാഞ്ചാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആദ്യത്തെ 10 നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഒന്നായിരുന്നു. കേരളത്തിൽ 2021 ഇതൊരു സോണായിട്ട് എസ്റ്റാബ്ലിഷ് ആയത്. 2021 വരെ 15 ബ്രാഞ്ചുകളായിരുന്നു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേരളത്തിൽ. 15 ബ്രാഞ്ചും 1700 കോടിയായിരുന്നു ബിസിനസ്. എന്നാൽ ഈ 2 വർഷത്തിൽ ഞങ്ങളിപ്പോൾ 47ാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തിൽ എത്തി നിൽക്കുന്നു. അതേ കണക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേരളത്തിലെ ബിസിനസ് 8423 കോടിയായി. ഞങ്ങളുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഏത് ബാങ്കിലോ ഇക്കാലത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാങ്കിലും എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. സെയിം ഇപ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ പർട്ടിക്കുലർ ഒരു സെപ്പറേറ്റ് പ്രോഡക്റ്റ് വേറെ ബാങ്കിലില്ലാത്തൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഉള്ള പ്രോഡക്ട്സൊക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ദ ലോവസ്റ്റ് ഇൻ ഇന്ത്യ ഫോർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഹൗസിംഗ് ലോണിൽ ഞങ്ങളുടെ റേറ്റ് 8.35 അതാണ് ഇന്നത്തെ ആസ് ഓഫ് ടുഡേ ദ ലോവസ്റ്റ് ഇൻ ഇൻഡസ്ട്രി ഫോർ ഹൗസിംഗ്. അതേ രീതിയിൽ എഡ്യൂക്കേഷൻ ലോൺ, വെഹിക്കിൾ ലോൺ, MSME ലോൺസ് ഒക്കെ നല്ല ചുരുങ്ങിയ പലിശയിൽ ഒരു 9.5% MSME ലോൺസ് കൊടുക്കുന്നത്. അതേ കണക്ക് നിങ്ങൾക്ക് പിറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഡോക്ടേഴ്സിനുള്ള ഫെസിലിറ്റി. അതായത് ഞങ്ങളുടെ ടാഗ് ലൈൻ 1 ഫാമിലി 1 ബാങ്ക്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപ നിരക്കിലാണെങ്കിലും വായ്പയുടെ ആണെങ്കിൽ നിക്ഷേപ പലിശ കൂടുതലാണ്, അതേ കണക്ക് വായ്പയുടെ പലിശ കുറവാണ്. അതാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് ഒരു വ്യത്യാസമായി വരുത്തിയത്. ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കേരള സോണൽ മാനേജർ അരുൺ വിജയൻ നിർവഹിച്ചു. വികാർ ജനറൽ ഫാദർ ജോയ്സ്, CJ ടെന്നിസൺ, TJ റോയി, ഡെപ്യൂട്ടി സോണൽ മാനേജർ SN ബാലാജി, ബ്രാഞ്ച് മാനേജർ P അനന്തു തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി.